ലിസി ആശുപത്രിയിൽ നിന്ന് സൈഫുനിസ അലിയാർ കൂടി ചേരുകയാണ്. സൈഫുനിസ, ഈ 13-കാരിയെ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ആ കുട്ടിയുമായിട്ടുള്ള വാഹനം എന്താണ്? അവിടെ നിന്നുള്ള വിവരങ്ങൾ, അവിടുത്തെ സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ലക്ഷ്മി പത്മ, ഒരു രോഗിയെ എത്തിക്കുന്നതിന് വേണ്ട സാധാരണ രീതിയിലുള്ള നടപടിക്രമങ്ങളെക്കാൾ വേഗത്തിലുള്ള കുറച്ചുകൂടി കൂടുതൽ സജ്ജീകരണങ്ങൾ ഇവിടെ ലിസി ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ 13 വയസ്സുകാരിയെ ആംബുലൻസിൽ ഇവിടേക്ക് എത്തിക്കും. എത്തിച്ചാൽ ഉടൻ തന്നെ ഈ കുട്ടിയുടെ ആദ്യ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അത് നിർണായക പരിശോധന കൂടിയാണ്. ആ പരിശോധന നടത്തിയാൽ ഇന്ന് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലുള്ള ഡോണറുടെ ഹൃദയം ഈ കുട്ടിക്ക് മാച്ച് ആകുമോ എന്നുള്ളത് അറിയാൻ സാധിക്കും. ആദ്യം കാഷ്വാലിറ്റിയിലേക്കാണ് എത്തിക്കുന്നത്. ഇവിടെ ആശുപത്രിയുടെ PRO രാജേഷ് അടക്കമുള്ള എല്ലാവരും തന്നെ തയ്യാറായി നിൽക്കുകയാണ് കുട്ടിയെ സ്വീകരിക്കാനായി. ഇവിടെ എത്തിയാൽ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം ആദ്യത്തെ ടെസ്റ്റ് നടത്തുകയും ചെയ്യും. അത് ഈ നിലവിലെ ഡോണറുടെ ഹൃദയം ഈ കുട്ടിക്ക് മാച്ച് ആകുമോ എന്ന് നോക്കുവാനുള്ള നിർണായക ഒരു പരിശോധന കൂടിയാണ്. ആ പരിശോധന പൂർത്തിയായി അത് വിജയമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്നൊരു ഡോക്ടർമാരുടെ സംഘം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് പോവുകയും രാത്രി തന്നെ അവിടെ നിന്ന് ഹൃദയവുമായി ലിസി ആശുപത്രിയിലേക്ക് വരാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം തന്നെ ഹൃദയവുമായി ലിസിയിലേക്ക് വരികയും ഇന്ന് രാത്രി തന്നെ ഈ നിർണായകമായ ശസ്ത്രക്രിയ നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കുട്ടിക്ക് ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതായത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗി ഉണ്ട് എന്നും ആ രോഗി ഇവിടെ ആ രോഗിയുടെ ഹൃദയം മാറ്റിവെക്കാൻ കുടുംബം തയ്യാറായിട്ടുണ്ട് എന്നും അറിഞ്ഞതോടുകൂടി തന്നെ ആശുപത്രി അധികൃതർ ഈ 13 വയസ്സുകാരുടെ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. ആംബുലൻസ് ഇപ്പോൾ ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയിരിക്കുന്നു. കാഷ്വാലിറ്റിക്ക് സമീപത്തേക്കാണ് ഈ 13 വയസ്സുകാരിയെയും കൊണ്ട് എത്തിക്കുന്നത്. വളരെ നിർണായകമായ മുഹൂർത്തങ്ങളാണ്. കാരണം ഈ 13 വയസ്സുകാരിയെ കൊല്ലത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിലാണ് ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ലിസി ആശുപത്രിയുടെ എമർജൻസി മെഡിസിനിലേക്ക് കൊണ്ടുവരുന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കുട്ടിയെ ഇവിടുത്തെ ഹാർട്ട് സർജറിയുടെ റൂമിലേക്ക് തന്നെ മാറ്റും. അവിടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പരിശോധനകൾ, പ്രാഥമിക ഘട്ട പരിശോധനകളെല്ലാം തന്നെ നടത്തുകയും ചെയ്യും. ഒരു ഹൃദയം കുട്ടി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നതാണ് കുട്ടിയുടെ കുടുംബം. അതുകൊണ്ട് തന്നെ ഒരു ഹൃദയം കുട്ടിക്ക് ഡോണർ ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ തന്നെ കൊല്ലത്ത് നിന്ന് ഈ കുട്ടിയോട് ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം ആശുപത്രി അധികൃതർ തന്നെ മന്ത്രി P. രാജീവുമായി ബന്ധപ്പെടുകയും മന്ത്രി P. രാജീവിനോട് ഈ ഒരു ഹെലികോപ്റ്റർ ഏർപ്പാടാക്കിയാൽ കുട്ടിയെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊള്ളാനും പറഞ്ഞിരുന്നു. പക്ഷേ ഹെലികോപ്റ്റർ ബാംഗ്ലൂരുവിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹെലികോപ്റ്റർ ബാംഗ്ലൂരുവിൽ നിന്ന് കൊല്ലത്ത് പോയി കുട്ടിയെ ഇവിടെ വരെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സമയത്തിനകം തന്നെ വന്ദേ ഭാരതിൽ കുട്ടിക്ക് അതിനും പെട്ടെന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആകാൻ സാധിക്കും എന്നുള്ളതിനാലാണ് വന്ദേ ഭാരത് ട്രെയിനിൽ ഈ 13 വയസ്സുകാരിയെ എറണാകുളത്തേക്ക് എത്തിച്ചത്. മിനിറ്റുകൾക്കകം തന്നെ, അതായത് വന്ദേ ഭാരത് ട്രെയിൻ അവിടെ എത്തി മിനിറ്റുകൾക്കകം തന്നെ ആംബുലൻസിൽ കുട്ടിയെ ഇവിടേക്ക് നോർത്തിലുള്ള ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തുടർച്ചയായ 2ാം ദിവസമാണ് ലിസി ആശുപത്രിയിൽ നിർണായകമായ ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേദിയാകുകയും ചെയ്യുന്നത്. ഇന്നലെ 29ാമത്തെ ശസ്ത്രക്രിയയായിരുന്നു ലിസി ആശുപത്രിയിൽ നടന്നിരുന്നത്. ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഹൃദയമാണ് അങ്കമാലി സ്വദേശിയിൽ വെച്ച് പിടിപ്പിച്ചത്. ഇന്ന് കൊല്ലത്ത് നിന്നുള്ള 13 വയസ്സുകാരിക്കാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിയുടെ ഹൃദയം ഈ കുട്ടിക്ക് മാറ്റിവെക്കാനായി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ നിർണായക ഘട്ട പരിശോധനകളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ആ പരിശോധനകൾ പൂർത്തിയായി ആ പരിശോധന വിജയകരമായി കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ആ ഹൃദയം ഈ കുഞ്ഞിൻ്റെ നെഞ്ചിൽ വെച്ച് ചേർത്ത് പിടിപ്പിക്കുകയും ചെയ്യും. ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇവരും കടന്നു പോകുന്നത്. കാരണം ഏറെക്കാലമായി മകളുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ഇവരും വലിയ രീതിയിലുള്ള ആഘാതത്തിലായിരുന്നു കുടുംബവും. അവരുടെ ഒരു പ്രതീക്ഷ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു രാത്രി എന്ന് പറയുന്നത്. ലക്ഷ്മി പത്മ, ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇവർ വലിയ പ്രാർത്ഥനയോടെയാണ് കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ എത്തിയത്. ആശുപത്രിയിൽ നിന്ന് തന്നെ പ്രത്യേക ആംബുലൻസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നിമിഷം പോലും താമസിയാതെ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുകയും മിനിറ്റുകൾക്കകം തന്നെ ഇവിടെ കല്ലൂരിൽ ലിസി ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിക്കുകയുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയെ സുരക്ഷിതമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വേണ്ടത് ഈ ഹൃദയം കുട്ടിയുടെ ശരീരത്തിന് പാകമാണോ എന്ന് നോക്കുവാനുള്ള, മാച്ചാണോ എന്ന് നോക്കുവാനുള്ള പരിശോധനകളാണ്. ആ നിർണായക പരിശോധനകൾ വിജയകരമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലക്ഷ്മി പത്മ.
തീർച്ചയായും മനുഷ്യർ ഇങ്ങനെ ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കുന്ന ആ കാഴ്ച അത് ഇന്നലെയും നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. കൊല്ലത്ത് നിന്നാണ് വന്ദേ ഭാരത് ട്രെയിനാണ് ഏതായാലും ആ രക്ഷാ ദൗത്യത്തിനായി അവിടെ നിന്ന് പുറപ്പെട്ടത്. ഏതായാലും കുട്ടിയെ ഇപ്പോൾ ലിസി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു.